ഇതാണ് വേലിച്ചീര അഥവാ മൈസൂർ ചീര എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ ഇതിൻ്റെ തെളിരെല്ലാം എടുത്തിട്ടാണ് നമ്മൾ തോരൻ വെക്കും, മെഴുക്ക് പുരട്ടിയ പോലെയൊക്കെ വെക്കുക. പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും ക്യാൻസറും ഒക്കെ വരുമെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. ശരീരത്തിന് ആവശ്യമായ ധാരാളം പോഷകഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ ചീര പണ്ടുകാലങ്ങൾ തൊട്ട് തന്നെ ആളുകൾ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ്. ഈ ചീരയുടെ ഗുണങ്ങൾ വെച്ച് മറ്റു ചീരകളെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവൻ തന്നെയാണ് ചീരകളിൽ കേമനെന്ന്. പിന്നെ എങ്ങനെയാണ് വേലിച്ചീരയ്ക്ക് ഇങ്ങനൊരു പേരുദോഷം കേട്ടതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ വേലിച്ചീരയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് പോഷകഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ദോഷകരമായ ഒരു ചെറിയ ഘടകം കൂടി അടങ്ങിയിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ അത്ര വലിയ മാരകമായ രോഗങ്ങളിലേക്കൊന്നും നമ്മളെ എത്തിക്കുകയൊന്നുമില്ല. മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രം: മറ്റു ഇലക്കറികൾ വേവിക്കുന്നതിലും കൂടുതൽ നേരം ഇവനെ നമ്മൾ കുറച്ചു നേരം കൂടി വേവിക്കണം. നല്ല രീതിയിൽ വെന്ത് മാത്രമേ നമ്മളിത് കഴിക്കാവുള്ളൂ. പിന്നെ ആവശ്യമായ അത്രയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ ഇത് പാകം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മഴ സമയത്ത് ഇതിന്റെ കമ്പുകൾ ഒടിച്ചു കുത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിളിർത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മൈസൂർ ചീര അല്ലെങ്കിൽ വേലിച്ചീര എന്നൊക്കെ പറയും. ഇതുകൊണ്ട് നമ്മളൊരു തോരൻ വെക്കാൻ പോവുകയാണ്, അല്ലെ മെഴുക്ക് പുരട്ടി വെക്കും. ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ കഴുകുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ചെലന്തിയോ അങ്ങനെയുള്ള ഇതൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇത് നമ്മൾ ഒടിച്ചിരിക്കുന്നത് തന്നെ നല്ല തിളിരലയാണ് ഒടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് തിളിരലയിൽ തന്നെ മൂത്ത തണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഒടിച്ച് മാറ്റിയിട്ടതിന് ശേഷം ഇതുപോലെ അടർത്തിയെടുക്കണം. കണ്ടോ, ഇതിൻ്റെ ഇല അടർത്തിയെടുക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ അടർത്തിയെടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ നമുക്ക് മൂത്ത തണ്ട് ഇതുപോലെ ഉണ്ടെങ്കിൽ ഒടിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് തിളിർ തണ്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് ഇതുപോലെ നമ്മളിത് അളത്തിയെടുക്കുകയാണ്. മഴ സമയത്ത് നമുക്കിത് പെട്ടെന്ന് നട്ടു വളർത്താൻ പറ്റും. അതായത് നമ്മൾ 2-3 കമ്പുകൾ ഒടിച്ചു കുത്തി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കിളുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യാതൊരുവിധ വളവും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് ഗുണങ്ങളുള്ള ഈ സാധനം നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ ഒത്തിരി നല്ലതല്ലേ. അപ്പം ഇതൊന്ന് നട്ടു വളർത്തുന്ന കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മുടെ ചീരയൊക്കെ അടത്തി കഴിഞ്ഞു, ഇനി നമുക്ക് അത് അരിയാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പം ചീര ഇത് അരിയുകയാണ്. നമുക്ക് തോരനൊക്കെ അരിയുന്നത് പോലെ ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ അരിയുകയാണ് കേട്ടോ. തീരെ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. അപ്പം പെട്ടെന്ന് വേവുകയും ചെയ്യും. പെട്ടെന്ന് നമുക്ക് കുറച്ച് നേരം വേവിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഇച്ചിരി നേരം കൂടുതലിട്ട് വേവിക്കുക. ഇപ്പോൾ കാണുമ്പോഴേക്കും ചീര ഒരുപാടുള്ളതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ വെന്തെല്ലാം കഴിയുമ്പോഴേക്കും ഇത് ഒട്ടും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ ചീര പറിച്ചാലേ നമുക്ക് ഒരുവിധം കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം ഏകദേശം അരിഞ്ഞ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി കറി വെക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാം കേട്ടോ. അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ച് ചെറിയുള്ളിയും മുളക് പൊടിയും തേങ്ങയും മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടല്ലോ, കുറച്ച് ചെറിയുള്ളി, മുളക് പൊടി, തേങ്ങ, പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. അപ്പം ഇത് കണ്ടോ, നമ്മൾ ആദ്യം ഈ ചെറിയുള്ളി ഒന്ന് ചതച്ചിങ്ങെടുക്കുകയാണ് കേട്ടോ. ഒറ്റയടിക്ക് നമ്മളിങ്ങനെ എടുക്കും കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ കറക്കി ഇങ്ങെടുക്കാവേ. ഒരുപാട് പേസ്റ്റ് ഒന്നും വെക്കണ്ട, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അരകല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് ചെറുതായി ചതച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മളിത് മിക്സിയിലാണ് നമ്മൾ അടിച്ചേക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടേ ഉള്ളൂ കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചീനച്ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഉള്ളിയും മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ച അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ അതൊന്ന് മൂക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ നമ്മൾ ആ തേങ്ങാപ്പീരൊന്നും ഇപ്പോൾ ഇടരുത്. അപ്പോൾ നമ്മളിത് നല്ലപോലെ ഒന്ന് വഴറ്റി ഇങ്ങോട്ട് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം എണ്ണയിൽ കിടന്നൊന്ന് ചെറിയ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഇട്ടുകൊണ്ട് അവരൊന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് ചീര ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം വഴണ്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കുവാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്. അപ്പോൾ കുറച്ച് ചീരയേ ഉള്ളൂ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഉപ്പിടാവുള്ളൂ, നോക്കിക്കോണം കേട്ടോ. കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നല്ല രീതിയിൽ ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചീര ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ആ ചീര ഇടുവാണ്. ചീരയിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്യണം. നമ്മൾ മുഴുവൻ ചീരയൊക്കെ നമ്മളിട്ട്. അപ്പോൾ ഇനി നല്ല കണ്ടോ, ഇപ്പോൾ നല്ല ക്വാണ്ടിറ്റി നമുക്ക് തോന്നിക്കുന്നുണ്ട്. പക്ഷേ ഇത് വെന്ത് കഴിയുമ്പോൾ കണ്ടോണം എന്തോരം ഉണ്ടെന്ന്. അപ്പോൾ നമ്മളിനി നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ മസാലയായിട്ടെല്ലാം നല്ല മിക്സ് ചെയ്തു. ഇനി നമുക്ക് തേങ്ങ ഇടേണ്ടത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ നടുവശം ഒന്ന് കുഴിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തോട്ട് തേങ്ങ ഇട്ടതിന് ശേഷം ചീരയെല്ലാം വെച്ച് നല്ല രീതിയിലോട്ട് പൊത്തി വെക്കുകയാണ്. അപ്പോൾ എന്നാലേ തേങ്ങ നല്ല രീതിയിൽ വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ തേങ്ങ നല്ലപോലെ ഇടുവാണ് കേട്ടോ. അപ്പോൾ തേങ്ങയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും എല്ലാം കൂടെ നമുക്ക് ചീര നല്ല രീതിയിൽ വെന്ത് കിട്ടും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മളിത് തേങ്ങയെല്ലാം ഇട്ടു. ഇനി നമുക്ക് നല്ല പോലെ പൊതിഞ്ഞ് വെക്കാവേ. അപ്പോൾ നമ്മൾ ഇതുപോലെ അങ്ങോട്ട് പൊതിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് വെക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മളിത് ഇതുപോലെ പൊതിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ മൂടി വെച്ച് നല്ല പോലെ ആവിയും കൊണ്ട് നല്ല പോലെ വേവട്ടെ അങ്ങോട്ട്.
അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലപോലെ വേവിക്കുക. അപ്പോൾ നമ്മൾ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇവനെ അങ്ങോട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇവനെ അങ്ങോട്ട് എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇതുണ്ടോ വെന്ത് കഴിയുമ്പോൾ നോക്കിയാൽ നമ്മൾ എന്തോരം ചീര എടുത്തായിരുന്നു, ഇപ്പോൾ കണ്ടോ ഒട്ടും ഇല്ലാണ്ടോ. വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ അങ്ങ് ക്വാണ്ടിറ്റി നല്ല രീതിയിൽ കുറയും. പക്ഷെ നല്ല ഗുണവും നല്ല രുചിയുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ വേവിച്ച് തന്നെ എടുക്കുക. ഒരുപാട് ഗുണങ്ങളും പോഷകഘടകങ്ങളുള്ള ഈ ചീരയെ നമ്മൾ ഇനി ഒഴിവാക്കി നിർത്തരുതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി കാണാം. നന്ദി.